നമസ്കാരം. നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിചാരണ കോടതി നാളെ വിധി പറയാനിരിക്കെ ദിലീപിനോട് കൂറു പ്രഖ്യാപിച്ചവരും നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തിയവരും ഒരിക്കൽ കൂടി ചർച്ചയാവുകയാണ്. അമ്മ എന്ന താരസംഘടനയ്ക്ക് പിന്നിൽ ഒന്നിച്ചണി നിരന്നിരുന്ന സിനിമാ താരങ്ങൾ രണ്ട് ചേരിയായി മാറുന്ന കാഴ്ചയാണ് കേസിൽ ദിലീപ് എട്ടാം പ്രതിയായി മാറിയതോടെ കണ്ടത്. താരസംഘടനാ തലപ്പത്തെ പ്രമുഖർ ഉൾപ്പെടെയുള്ള പ്രബല വിഭാഗം ദിലീപിന് വേണ്ടി ഒളിഞ്ഞും തെളിഞ്ഞും രംഗത്ത് വരുന്ന കാഴ്ചകൾ തുടക്കം മുതൽ കണ്ടു. അതേസമയം നീതിക്കായി ശബ്ദമുയർത്തി താരസംഘടനയിൽ ഒരു വിഭാഗം നിലപാടെടുത്തതോടെ അമ്മ പിളരുമെന്ന രീതിയിലും പ്രചാരണങ്ങളെത്തി. ആദ്യഘട്ടത്തിൽ അതിജീവിതയ്ക്കായി ശബ്ദമുയർത്തിയവർ പോലീസിന് നൽകിയ മൊഴി വിചാരണ വേളയിൽ മാറ്റിക്കൊണ്ട് ഇവരിൽ പലരും ദിലീപിനോടുള്ള കൂറ് ഊട്ടിയുറപ്പിച്ചു. എന്നാൽ മറുപക്ഷത്ത് അതിക്രമം നേരിട്ട അതിജീവിതയ്ക്കൊപ്പം അചഞ്ചലം നിലയുറപ്പിച്ച ഏതാനും താരങ്ങളുണ്ടായി എന്നതായിരുന്നു അമ്മയിൽ നിന്നും ദിലീപിന്റെ പുറത്താക്കലിൽ കലാശിച്ചത്. മഞ്ജു വാര്യർ, പൃഥ്വിരാജ്, കുഞ്ചാക്ക ബോബൻ, ആസിഫ് അലി, റിമ കല്ലിങ്കൽ, രമ്യ നമ്പീശൻ, പാർവതി, പത്മപ്രിയ തുടങ്ങിയവരാണ് നടിക്കൊപ്പം നിലയുറപ്പിച്ച പ്രമുഖർ. ഈ നടിമാർ WCCയുടെ രൂപീകരണത്തിൽ ഉൾപ്പെടെ നിർണായക പങ്ക് വഹിച്ചപ്പോൾ പൃഥ്വിരാജും കുഞ്ചാക്ക ബോബനുമൊക്കെ സംഘടനയ്ക്ക് അകത്തും പുറത്തും കോടതിയിലും നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തി. നടി ആക്രമിക്കപ്പെടുന്ന സമയത്ത് താരസംഘടനയിലെ ട്രഷററായിരുന്നു ദിലീപ്. അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സംഘടന എറണാകുളം ദർബാർ ഹാൾ മൈതാനത്ത് നടത്തിയ സംഗമത്തിൽ ദിലീപും സംസാരിച്ചിരുന്നു. പിന്നീടാണ് ദിലീപ് സംശയനിഴലിലേക്ക് വരുന്നതും കേസിൽ പ്രതി ചേർക്കപ്പെട്ട് അറസ്റ്റിലാകുന്നതും. തുടക്കം മുതൽ ദിലീപിനെ പിന്തുണയ്ക്കുന്ന നിലപാടായിരുന്നു സംഘടനയുടെ നേതൃനിരയിലുള്ളവർ സ്വീകരിച്ചത്. ഇതോടെ പൃഥ്വിരാജ് അടക്കമുള്ള ഒരു വിഭാഗം യുവതാരങ്ങൾ ദിലീപിനെതിരെ കർശന നിലപാട് സ്വീകരിക്കണമെന്ന നിലപാട് സംഘടനയ്ക്കുള്ളിൽ ഉയർത്തി. ആദ്യമൊക്കെ ദിലീപിന് വേണ്ടി ഉറച്ചു നിന്നെങ്കിലും അറസ്റ്റ് നടന്നതോടെ സകല പ്രതിരോധവും പൊളിഞ്ഞും ഭാരവാഹികൾക്ക് മുട്ടുമടക്കേണ്ടി വന്നു. അങ്ങനെയാണ് മമ്മൂട്ടിയുടെ വീട്ടിൽ ചേർന്ന യോഗത്തിൽ താരത്തെ പുറത്താക്കാൻ സംഘടന തീരുമാനമെടുക്കുന്നത്. ദിലീപിനെതിരെ നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ യുവതാരങ്ങൾ സംഘടന വിടുമെന്ന രീതിയിലുള്ള വാർത്തകളും അന്ന് പുറത്തു വന്നു. എക്സിക്യൂട്ടീവ് യോഗത്തിൽ തന്റെ നിലപാട് ഉന്നയിക്കുമെന്നും അത് ചർച്ച ചെയ്തില്ലെങ്കിൽ തന്റെ നിലപാട് പരസ്യമായി വ്യക്തമാക്കുമെന്നും പൃഥ്വിരാജ് തുറന്നു പറഞ്ഞു. സംഘടന കൃത്യമായ നിലപാട് സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷ. എൻ്റെ കൂടെ നിലപാട് ഉൾക്കൊള്ളുന്ന പ്രസ്താവനയാണ് അവിടുന്ന് ഉണ്ടാകുന്നതെങ്കിൽ അതായിരിക്കും എൻ്റെ നിലപാട്. അങ്ങനെയല്ലെങ്കിൽ എൻ്റെ പ്രതികരണം ഞാൻ അറിയിക്കുമെന്നായിരുന്നു എക്സിക്യൂട്ടീവ് യോഗത്തിന് മുന്നോടിയായി പൃഥ്വിരാജ് അന്ന് വ്യക്തമാക്കിയത്. നടി ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് നടത്തിയ വെളിപ്പെടുത്തലുകൾ വിവാദമായപ്പോഴും തൻ്റെ നിലപാട് പൃഥ്വിരാജ് ആവർത്തിച്ച് വ്യക്തമാക്കി. ആക്രമിക്കപ്പെട്ട നടി എൻ്റെ സുഹൃത്താണ്. അവരുടെ കൂടെ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഫസ്റ്റ് പേഴ്സൺ ഇൻഫർമേഷൻ ഉണ്ട്. എന്നെക്കുറിച്ച് തന്നെ പറയാൻ പറ്റും. ഞാൻ അവരെ പിന്തുണയ്ക്കുന്നു. അവർക്കൊപ്പം നിൽക്കുമെന്ന് ഞാൻ മാത്രമല്ല, ഒരുപാട് പേർ നടിക്കൊപ്പമുണ്ട്. കടുവ സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് നടത്തിയ പത്രസമ്മേളനത്തിൽ പൃഥ്വിരാജ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ദിലീപിനെ സംഘടനയിൽ നിന്ന് പുറത്താക്കണമെന്നതായിരുന്നു ആസിഫ് അലിയുടെ നിലപാട്. ദിലീപ് എന്ന നടനിൽ നിന്നല്ല, മറ്റേതൊരു വ്യക്തിയിൽ നിന്ന് പോലും ഇതുപോലൊരു കുറ്റകൃത്യം ചിന്തിക്കാൻ കഴിയില്ല. ആക്രമിക്കപ്പെട്ട നടി തൻ്റെ അടുത്ത സുഹൃത്താണ്. ഈ സംഭവത്തിൽ ഒരുപാട് വേദന സഹിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അന്ന് വ്യക്തമാക്കി. ദിലീപിനൊപ്പം അഭിനയിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ലെന്ന് പറഞ്ഞ വ്യക്തിയാണ് ഞാൻ. അത് അദ്ദേഹത്തെ ഇനി അഭിമുഖീകരിക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ടുകൊണ്ടാണ്. കുറ്റം തെളിയുന്നതുവരെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തി ദിലീപ് ആകരുതെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നും ആസിഫ് അലി അന്ന് തുറന്നു പറഞ്ഞിരുന്നു. കേസിൽ കുഞ്ചാക്ക ബോബന്റെ നിലപാടും നിർണായകമാണ്. അന്വേഷണ സംഘത്തിന് മുമ്പാകെ നൽകിയ മൊഴി വിചാരണ കോടതിയിൽ പലരും ദിലീപിന് അനുകൂലമായി മാറ്റിയപ്പോൾ കുഞ്ചാക്ക ബോബൻ ആദ്യ അവസാനം തന്റെ മൊഴിയിൽ ഉറച്ചു നിന്നു. ദിലീപുമായിട്ടുള്ള വിവാഹമോചനത്തിന് പിന്നാലെ മഞ്ജു വാര്യർ ആദ്യമായി അഭിനയിച്ച ഹൗ ഓൾഡ് ആർ യു എന്ന സിനിമയിലെ നായകനായിരുന്നു കുഞ്ചാക്ക ബോബൻ. ഈ ചിത്രത്തിൽ നിന്നും പിന്മാറണമെന്ന് ദിലീപ് തന്നോട് വിളിച്ച് സംസാരിച്ചിരുന്നതായി കുഞ്ചാക്ക ബോബൻ വെളിപ്പെടുത്തിയിരുന്നു. ഇത് സംബന്ധിച്ച പോലീസിന് നൽകിയ മൊഴി കുഞ്ചാക്ക ബോബൻ കോടതിയിലും ആവർത്തിക്കുകയായിരുന്നു.